എല്ലാവർക്കും ഒരിക്കൽ കൂടി അവർ ടേസ്റ്റ് ബീച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. 2-3 ദിവസം ഒരു ലോങ് ട്രിപ്പാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും നമ്മൾ എവിടെ പോകുന്നതെന്നൊക്കെ വഴിയെ കാണിച്ചു തരാം. അതിനോടൊപ്പം നിങ്ങൾക്ക് കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ താമസിക്കാൻ പറ്റിയ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അടിപൊളിയായിട്ടുള്ള കുറച്ച് റിസോർട്ടുകളുടെയും വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് യാത്ര ആരംഭിക്കാം. അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ലഗേജുമായിട്ട് വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് യാത്ര ഇരിക്കുമ്പോൾ സമയം 8 മണി ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 5 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും നിർത്തും. അതുപോലെ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിയിൽ നല്ല മനോഹരമായ കാഴ്ചകൾ. നമ്മൾ പോകുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, നേര്യമംഗലം, ആനച്ചാൽ വഴി അടിമാലി വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നല്ല മനോഹരമായ ഒത്തിരി കാഴ്ചകളുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നിറയെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഒത്തിരി വ്യൂ പോയിൻറ്റ്സും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിറയെ കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നിർത്തി റിലാക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന നല്ല ക്ലൈമറ്റുമാണ്. അധികം മഞ്ഞുമില്ല, എന്നാൽ മഴയില്ല. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമുക്കതുകൊണ്ട് ടയേർഡ് ആകത്തില്ല കേട്ടോ. ഇടയ്ക്ക് ചാറ്റൽ മഴ പോലെയുള്ളൂ, അങ്ങനെ ഹെവി റെയിനും ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ഡിസംബറിലാണ് ഈ പോകുന്നത്, എങ്കിൽ പോലും നല്ല ക്ലൈമറ്റാണ്. ഭയങ്കര മഴയുള്ളതുകൊണ്ട് ഭയങ്കര തണുപ്പില്ല, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ക്ലൈമറ്റ്. പിള്ളേരെയും കൊണ്ട് പോയാലും വലിയ പ്രശ്നമില്ല. അങ്ങനെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയിരുന്ന സമയത്താണ് മൂന്നാർ വന്നത്. മൂന്നാർ ഈ മറയൂർ റോഡൊക്കെ വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഈ റൂട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മോനെ സംബന്ധിച്ചും മോനും തേയിലച്ചെടിയൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തേയിലയെക്കുറിച്ചും തേയില പ്ലാന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇവിടെ എത്തിയപ്പോൾ അവനൊന്ന് കാണാൻ വേണ്ടി ഞങ്ങളൊന്ന് നിർത്തിയതാണ്. അപ്പോൾ നിർത്തി അതിൻ്റെ പൂവും അതിൽ ചെറിയ കായകളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ വന്നപ്പോൾ മഴയില്ല, മഞ്ഞുമില്ല, നല്ല ക്ലിയർ ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാൻ സാധിച്ചു. ക്ലിയർ ആയിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ സാധിച്ചു കേട്ടോ. നമ്മൾ വരുന്ന പല വഴിക്കും മഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് വണ്ടിയിൽ നിന്നും എടുക്കാൻ സാധിച്ചില്ല. അതുപോലെ മഴയാകുമ്പോൾ നമുക്ക് ഗ്ലാസ് അത്ര ക്ലിയറായി കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ക്ലിയറായി ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. മോന് ഈ തേയിലച്ചെടിയും അതിൻ്റെ പൂവൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മൂന്നാർ ഓൾഡ് ടൗൺ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ വരുമ്പം ഇരവിക്കുളം നാഷണൽ പാർക്കുണ്ട്. അത് കിലോമീറ്ററോളം 2 സൈഡിലും ഭയങ്കര വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല, അവിടെ ഇറങ്ങിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കയറേണ്ടവർക്ക് അവിടെ വണ്ടി നിർത്തി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും കയറുന്നില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട്.
നമ്മൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ വന്നത് കോതമംഗലം, മൂവാറ്റുപുഴ, കോതമംഗലം, നേര്യമംഗലം, ആനച്ചാൽ വഴിയാണ്. ഇപ്പോൾ നമ്മൾ മറയൂരിന്ന് പോകുന്ന വഴിയാണ് കേട്ടോ. സമയം ഇപ്പോൾ 1 മണി, 12:54 കറക്റ്റ്. പക്ഷെ നല്ല മൂടൽ മഞ്ഞാണ്. ഇപ്പം കൊച്ചു ഉറങ്ങിയതുകൊണ്ട് ഞാൻ ഇറങ്ങാഞ്ഞതാണ്. അപ്പോൾ നമ്മളങ്ങനെ മറയൂർ കാന്തല്ലൂരിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തുടർന്നും നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കണ്ട് മറയൂർ എത്തിയവരെ പോകാം. ആനച്ചാൽ റൂട്ടിൽ കാന്തല്ലൂർ മറയൂർ റൂട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നത്തോട് ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. നല്ല മൂടൽ മഞ്ഞായിരുന്നു. നമുക്ക് റോഡേ കാണാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് 2 മണിക്കുള്ളിൽ എത്തണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ശരിക്കും റിസോർട്ടിൽ എത്തിപ്പിക്കുന്ന സമയം 4 മണി കഴിഞ്ഞു. അതുപോലെ റോഡിൽ മഞ്ഞാണ്, നമുക്ക് സ്പീഡിലും പോകാൻ പറ്റില്ല. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത്. പിന്നെ ഇടയ്ക്ക് നിർത്തി നല്ല വ്യൂസും ഉണ്ട് കേട്ടോ. സീനറി മാത്രമല്ല, നല്ല വെള്ളച്ചാട്ടം. അതുപോലെ നമുക്ക് വരുന്ന വഴിക്ക് ഒത്തിരി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ സിപ്പ് ലൈനുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതുപോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ പാർക്കുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി വരുന്നവർക്ക് അതൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൊച്ചു പിള്ളേരെയും കൊണ്ട് നമുക്കിപ്പോൾ അഡ്വഞ്ചർ പാർക്കിലും അല്ലെങ്കിൽ സിപ്പ് ലൈനൊക്കെ പറ്റാത്തതുകൊണ്ടും പിന്നെ ആ കാലാവസ്ഥ ഇതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല അവിടെ നിന്നും. അതുപോലെ ഇരുവയ്ക്കുള്ള നാഷണൽ പാർക്കും ഞങ്ങൾ സ്കിപ്പ് ചെയ്യുകയോ ചെയ്ത് വഴി വരുന്നവർക്ക് ഇതൊക്കെ സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ജസ്റ്റ് നിർത്തി കണ്ടു. ബാക്കിയൊന്നും ഞങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് വീഡിയോ പോലും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ശരിക്കും നല്ലൊരു ഡേ തന്നെ ഈ ഒരു റൂട്ട് സ്പെൻഡ് ചെയ്ത് വരത്തക്ക രീതിയിൽ കാഴ്ചകൾ ആസ്വദിച്ച് വരാൻ പറ്റിയ നല്ലൊരു റൂട്ട് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ 4 മണിയോടെ അടുത്തപ്പോഴാണ് കാന്തല്ലൂർ എത്തിയത്. ഇത് മാത്രമല്ല, നമ്മൾ വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണത്. ഒത്തിരി ലയങ്ങളും അതുപോലെ തേയില ഫാക്ടറികൾ, ചോക്ലേറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റുകൾ, അങ്ങനെ ഒത്തിരി അങ്ങനത്തെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒത്തിരി ഔട്ട്ലെറ്റുകളുടെ, സ്പൈസസ് ഔട്ട്ലെറ്റുകളുടെയൊക്കെ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 1 മണി കഴിഞ്ഞു, വിശന്നിട്ടും വയ്യ, ഒരു 1:45 ആയി. ഞങ്ങളപ്പോൾ ഒരു ഹോട്ടൽ നല്ലതെന്ന് അന്വേഷിച്ചു വന്നപ്പോൾ ഒരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട് ഇവിടെ ഇറങ്ങി. നല്ല ഫുഡായിരുന്നു, നല്ല ഹോംലി ഫുഡായിരുന്നു. ബീഫും ചിക്കനില്ലായിരുന്നു, ബീഫും മുട്ടയും മീനും ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫിഷ് ഫ്രൈ മേടിച്ച് ഫിഷ് ഫ്രൈയും ചോറുമായിട്ട് കഴിച്ചു. നല്ല ചൂടോടെ, നല്ല വിശന്നു ഇരുന്നോണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ മറയൂർ വഴി നമ്മുടെ കാന്തല്ലൂർ ഞങ്ങളുടെ റിസോർട്ടിലെത്തിയത്.
അങ്ങനെ നമ്മൾ മറയൂരിൽ നിന്ന് നമ്മുടെ റിസോർട്ടിലേക്കുള്ള കാന്തല്ലൂരിലുള്ള റിസോർട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. വഴി അല്പം മോശമാണ്, സീനറി അടിപൊളിയാണ്, പക്ഷേ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. സ്വന്തം വണ്ടിക്കൊക്കെ വരും ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മറയൂർ ശർക്കര ഫാക്ടറിയൊക്കെ കണ്ടു. ഇൻസൈഡ് കയറിയില്ല, വിസിറ്റേഴ്സിന് സമയമൊക്കെ ഉണ്ട്. നിങ്ങളിതുവഴി വരുന്നവർക്ക് മറയൂർ ശർക്കര ഫാക്ടറിയിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. വിസിറ്റേഴ്സിൻ്റെ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആ ടൈമിങ്ങിൽ കയറാവുന്നതാണ്. അതുപോലെ ശർക്കര മേടിക്കുന്ന ഔട്ട്ലെറ്റ് ഉണ്ട്, അത് ഏത് സമയത്തും ഉണ്ട്. നിങ്ങൾക്ക് വരുന്ന സമയത്ത് അതൊക്കെ മേടിക്കാവുന്നതാണ്. ഇപ്പം ഞങ്ങളെന്തായാലും മേടിക്കുന്നില്ല. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഇരു സൈഡിലും ധാരാളം കരിമ്പിൻ ചെടികൾ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ് വീഡിയോസിനും ഫോട്ടോസിനും. പക്ഷേ റോഡ് അല്പം നല്ല മോശമാണ്. അങ്ങനെ നമ്മൾ മറയൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ എറണാകുളത്തു നിന്നും നമ്മൾ 5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ നല്ല വ്യൂ പോയിൻറ്റ്സും വെള്ളച്ചാട്ടങ്ങളെല്ലാം ഉണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ നമ്മൾ വന്നിരിക്കുന്ന റിസോർട്ടിലെ കാഴ്ചകളും കൂടുതൽ മനോഹരമായ മറ്റ് റിസോർട്ടുകളും കാഴ്ചകളും ഒക്കെ നമ്മൾ വലിയ വീഡിയോയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തുടർന്നുള്ള വീഡിയോകളും കാണുക. അപ്പം നമ്മുടെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. റിസോർട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.